ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പഴുതൂർ ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ കടകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മാർക്കറ്റ് കാണാനായിട്ട് സാധിക്കും. ഞാൻ ജനിക്കുന്നതിന് മുൻപേ ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. കാരണം അമ്മ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ ഈ കടയിൽ എന്നെ കൊണ്ടുവരുമായിരുന്നു. ഈ പച്ചക്കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൻറ്റി ഇട്ടിരിക്കുന്ന ആ സൈഡിലായിട്ട് മുൻപ് ഒരു വളകളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. ആ ഒരു കടയിൽ എന്നെ അമ്മ നിർത്തിയിട്ട് പോകും. അന്നൊക്കെ മീൻ വാങ്ങുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഉള്ളിലോട്ടോ എന്നെ കൊണ്ടുപോകാറില്ല. അന്ന് ഇതുപോലെയല്ല, ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് അമ്മ ഉള്ളിലോട്ട് കൊണ്ടുപോകാറില്ല. എന്നും ആ കടയിൽ നിർത്തിയിട്ടാണ് പോകാറുള്ളത്. കാരണം ഞാൻ ഒറ്റ മോളല്ലേ, അപ്പോൾ വീട്ടിൽ ആരും കാണത്തില്ല. അതുകൊണ്ട് അമ്മ കൊണ്ടുപോയിട്ട് ആ കടയിൽ നിർത്തിയിരിക്കും. അതായിരുന്നു എനിക്ക് ചെന്നപ്പോൾ ആദ്യം ഓർമ്മ വന്നത്. പോകുന്ന വഴിക്ക് അമ്മ ഈ ചട്ടിയും കലങ്ങളുടെയൊക്കെ വില ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കുടുക്ക ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുടുക്ക മുമ്പ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുക്ക കണ്ടപ്പോൾ വാങ്ങണമെന്ന് ചോദിച്ചായിരുന്നു അമ്മ എടുത്തൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. മൺപാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ കാലത്ത് മൺപാത്രങ്ങൾ ആരും തന്നെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നോക്കിയ ശേഷം മീന് എന്തുണ്ടെന്ന് അറിയാനായിട്ട് ഉള്ളിലോട്ടൊന്ന് കയറിയപ്പോൾ അമ്മയുടെ കൂട്ടുകാരി ഗോമതി ആൻറ്റി അവിടെ മീൻ വാങ്ങിയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കേട്ടപ്പോൾ മീൻ വിറ്റുകൊണ്ടിരുന്ന ആ അങ്കിള് പറഞ്ഞു, മക്കളെ എല്ലാവരും എടുക്കണം കേട്ടോ, ഒരാളെ പോലും വെറുതെ വിടരുത്, എല്ലാവരും ഭയങ്കര രീതിയിൽ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആരെയും വിടാതെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ആ അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ കൂട്ടുകാരികളായിട്ട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മീൻ കൊണ്ടുവരുന്ന ഈ ആൻറ്റിമാരുടെ അടുത്തേക്ക് ഞാനൊന്ന് പോയി. ഈ 4 ചെറിയ ചൂരയ്ക്ക് 200 രൂപയാണ് അവർ പറയുന്നത്. വില കേട്ടിട്ട് മിക്കവരും വാങ്ങുന്നില്ല, എന്നാൽ ചിലരൊക്കെ വന്ന് വാങ്ങിക്കുന്നുമുണ്ട്. അപ്പോൾ ചൂര വാങ്ങാത്തവർ നൊത്തോലിയെങ്കിലും വാങ്ങിയിട്ട് പോകുന്നുണ്ട്. കാരണം ഈ ആൻറ്റി അവിടെ വളരെ ലാഭത്തിന് മീൻ കൊടുക്കുന്ന ഒരു ആൻറ്റിയാണ്. നൊത്തോലിയും ചാളയും ക്ലാത്തിയും കൊഴിയാളയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. 2 ക്ലാത്തിക്ക് അവർ 100 രൂപയാണ് പറയുന്നത്. പക്ഷേ അത് ചെറിയ ക്ലാത്തിയാണ്. ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ മീനൊക്കെ കൊണ്ടുവരുന്ന ഈ ആൻറ്റിമാർ അല്ലെങ്കിൽ മീൻ കൊണ്ടുവരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മീൻ വിറ്റ് കഴിഞ്ഞ ശേഷം ഇവർ തിരിച്ച് ബസ്സിൽ പോകുന്നതായിക്കോട്ടെ, അപ്പോൾ മറ്റുള്ളവർ ബസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരായിക്കോട്ടെ, ഇവരൊക്കെ കയറുന്ന കാണുമ്പോൾ ഇവരുടെയൊക്കെ മുഖഭാവം അങ്ങ് മാറും. അയ്യോ, മീനിൻ്റെ സ്മെല്ല്, അപ്പോൾ ഇവർക്കത് സഹിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവരൊന്ന് തട്ടി നിന്നാൽ അവർക്ക് ആ ഒരു സ്മെല്ല് വരുമോ എന്നുള്ളൊരു രീതിയിൽ അവരുടെ മുഖഭാവമൊക്കെ മാറും. ചിലരൊക്കെ നീങ്ങി നിൽക്കണം എന്ന് ഇവരുടെ അടുത്ത് പറയുന്നത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എനിക്കിത് പറയുന്നത് എനിക്കിഷ്ടമില്ല. കാരണം ഇവർക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസത്തെ ചോറ് ഇറങ്ങത്ത് പോലുമില്ല. പക്ഷേ ഇവരൊക്കെ ഒന്ന് തട്ടി നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് അടുത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനത്തെ ഒരു സ്മെല്ല് വരുമോ എന്നുള്ള ഒരു രീതിക്ക് ഇവരോട് പെരുമാറുന്നത് കാണുന്നതേ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞങ്ങൾ ചൂര മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൂരയൊക്കെ വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി. ആദ്യം ഞങ്ങൾ പോയത് ഈ അമ്മാമ്മയുടെ അടുത്തേക്കാണ്. ഒരു മീൻ ചട്ടി മേടിക്കണം എന്ന് അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പോയത്. ഈ അമ്മമ്മ പറഞ്ഞു, ഇന്നൊന്നും കച്ചവടം ആയില്ല, ഇന്ന് ആദ്യത്തെ കൈനീട്ടാണ്, നീയാണ് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ അമ്മമ്മേരിൽ നിന്ന് ഒരു മീൻചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ മീൻചട്ടി വാങ്ങുന്ന സമയത്ത് ബാഗിലിരിക്കുന്ന ആ അമ്മമ്മ പറയുകയാണ്, പണ്ടത്തെ പോലെയല്ല, ചട്ടികളൊക്കെ പണ്ടൊക്കെ വാങ്ങുന്ന ചട്ടികളൊക്കെ കുറേ കാലം നിൽക്കുമായിരുന്നു, ഇപ്പോഴുള്ള ചട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ അമ്മാമ്മേരിൽ നിന്ന് ഒരു മീൻചട്ടിയൊക്കെ വാങ്ങിച്ച ശേഷം നേരെ മലക്കറിയൊക്കെ അവിടെ വിൽക്കുന്ന ആ ചേച്ചിയുടെ അടുത്തേക്കൊന്ന് പോയി. അവിടെ നിന്ന് പച്ചമുളകും മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ മലക്കറികളായിട്ട് ഒന്നും ഞങ്ങൾക്ക് വാങ്ങാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ എപ്പോൾ വന്നാലും ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടേ പോകാറുള്ളൂ. ശേഷം ഞങ്ങൾ കീര വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കീര ഇതിനു മുമ്പ് വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കീര വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഈ ചേച്ചി എന്നോട് ചോദിച്ചു, എടി നീ വീഡിയോ എടുക്കുകയാണോ, എൻ്റെ മുഖമൊക്കെ കാണുമോ, കീര മാത്രം കാണിച്ചാൽ മതി, എനിക്ക് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചിയുടെ ഫേസ് ഞാൻ കാണിക്കില്ല, ഞാൻ കീര മാത്രമേ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു.
അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വെളിയിലിറങ്ങി നമ്മൾ നേരെ കാണുന്നത് ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ഇവിടുത്തെ കടകളൊക്കെ പോയപ്പോൾ ബസ് കയറാൻ നിൽക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടായി. കാരണം ഇവിടെ വന്ന് നിന്ന് വെയിൽ കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ തൊട്ടടുത്ത് കടകളൊക്കെ ഉള്ളപ്പോൾ കടയുടെ സൈഡിലോട്ടൊക്കെ കയറി നിൽക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിലാണെങ്കിൽ വെയിലത്തിരിക്കണം, മഴ പെയ്താൽ നമ്മൾ കുടയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ടി വരും. വികസനം വരുമ്പോൾ എല്ലാം മാറുമല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ബസ് വന്നു, ഞങ്ങൾ ബസ് കയറി വീടെത്തി. ഞങ്ങൾ എവിടെ പോയിട്ട് വന്നാലും ഞങ്ങൾക്ക് മുമ്പേ കയറാൻ വേണ്ടി ഒരാൾ ആദ്യമേ ഹാജരായിക്കോളൂ. ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ.